ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ റെസിഡൻഷ്യൽ റിട്രീറ്റിൻ്റെ വാർത്ത നിങ്ങളുമായിട്ട് അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ. ആർക്കു വേണ്ടിയിട്ടാണ് ഈ റിട്രീറ്റ് നടത്തുന്നത്? ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി? റിട്രീറ്റിൻ്റെ ശൈലി എങ്ങനെയുള്ളതാണ്? അതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും? ഒപ്പം അവിടുത്തെ സാഹചര്യം എന്ത്? എത്ര ദിവസങ്ങളിലേക്കാണ്? ഡേറ്റ് എന്ത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടും താല്പര്യത്തോടും കേൾക്കുക. ഒരു മാസം മുമ്പ് വികാരിയായിരുന്ന തകഴി തെന്നടി സെയിന്റ് റീത്ത പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയതിൻ്റെ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി മുതൽ മാസത്തിൽ ഒരു ധ്യാനം വെച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ കുന്നന്താനം സിയോൻ റിട്രീറ്റ് സെന്ററിൽ വെച്ചുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യത്തെ സീസണിലേക്ക്, ഈ റിട്രീറ്റിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. മെയ് മാസം 22 മുതൽ 25 വരെ, മെയ് 22 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് മെയ് 25 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സമാപിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ ധ്യാനം ക്രമീകരിക്കുന്നത്. അതിന് താഴെയുള്ള കുട്ടികൾക്കും അതിൽ മുതിർന്ന യുവജനങ്ങൾക്കുമൊക്കെയുള്ള ധ്യാനങ്ങൾ പിന്നാലെ വരും. ഈ ധ്യാനത്തിന്റെ ഉദ്ദേശം 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളെ ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അത് അവരുടെ പ്രായത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ഒക്കെ ആയിരിക്കും. ആ കുട്ടികളെ നന്നാക്കാം എന്ന് വിചാരിച്ച് വിടുന്നൊരു ധ്യാനമാകരുത്. പ്രത്യേകിച്ച് ബിഹേവിയറൽ ഡിസോർഡർ ഒക്കെ ഉള്ള, അധിക ശ്രദ്ധ വേണ്ട അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനമല്ല ഇത്. മറിച്ച് ഒരല്പം ഓറിയന്റേഷൻ ഭവനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് കൂടുതൽ വളർച്ചയ്ക്ക്, ഈശോയെ കൂടുതൽ അറിയാൻ, സഭയെ കൂടുതൽ അറിയാൻ, പരിശുദ്ധ കുർബാന കൂടുതൽ അറിയാൻ, സ്പിരിച്വൽ ലൈഫ് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പച്ചാ മറ്റു കുഞ്ഞുങ്ങളോ, അവരെയും ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പക്ഷേ അവരെ ശ്രദ്ധിക്കുമ്പോൾ അത്തരം ഒരു ധ്യാനം അല്ലാതെ അനൗൺസ് ചെയ്യും. മിക്സഡ് ഗ്രൂപ്പ് വന്നാൽ ധ്യാനത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തതയോടെ ഈ ധ്യാനം ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് കുട്ടികൾക്കെന്ന് നേരെ പറയുന്നത്. അതിനകത്തൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല എന്ന് അറിയിക്കട്ടെ. ഇനി കുന്നന്താനത്ത് സിയോൻ റിട്രീറ്റ് സെന്ററിനെ കുറിച്ചുകൂടെ പറയാം. വളരെ മുമ്പ് പണിയപ്പെട്ട ഒരു ബിൽഡിംഗ് ആണത്. വളരെ മുൻകാലത്ത് തന്നെ അത്തരം ഒരു ഫോർമേഷൻ സെന്റർ എന്ന് പറയാം. ധ്യാന കേന്ദ്രത്തെക്കാൾ ഒരു ഫോർമേഷൻ സെന്ററാണ്. എന്നാലും അവിടെ ധ്യാനങ്ങൾ നടക്കാറുണ്ട്. അവിടെയാണ് ഈ ധ്യാനം നടക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഒരല്പം പഴമയുള്ള കെട്ടിടമാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പരിമിതികളൊക്കെ അവിടെ ഉണ്ടാകും. വൃത്തിക്ക്, വെടുപ്പിന് ഒരു കുറവുണ്ടാകില്ല. സൗകര്യങ്ങൾക്ക്, നിങ്ങൾ താമസിക്കുന്ന മുറികൾക്കൊക്കെ ഒരല്പം പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടാൻ മാതാപിതാക്കളും. അത്തരം പരിമിതികൾ ഇടയ്ക്കൊന്ന് അനുഭവിക്കുന്ന നല്ലതാണെന്ന് വിചാരിക്കാം. ഇനി അത് തീർത്തും ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വന്ന് കണ്ടിട്ട് അയ്യോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ എന്നർത്ഥമാണ്. പക്ഷെ ഒട്ടും മോശമല്ല, കുറവില്ല. കാര്യം പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള സ്പിരിറ്റിൽ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സെഷൻ 2 മണിക്ക് മുമ്പായിട്ട്, 1:30-2 മണിയോടുകൂടി മാതാപിതാക്കളും എത്തണം. നാട്ടിലുള്ള മാതാപിതാക്കൾ ആ സമയത്ത് അവിടെ എത്തി 2 മണി മുതൽ 4 മണി വരെയുള്ള അവസാനത്തെ സെഷൻ കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ചായിരിക്കും ആ സെഷനിൽ പങ്കെടുക്കുന്നത്. അതിനും കൂടെ ചേരാൻ പറ്റുന്ന മാതാപിതാക്കൾ കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. കുട്ടികളെ മാത്രമായിട്ട് വിശ്വാസം പഠിപ്പിക്കുകയും നന്നാക്കി എടുക്കുകയും ചെയ്യുക, ഞങ്ങൾ മാറത്തൊന്നുമില്ലച്ചോ എന്ന് പറയുന്നൊരു ശൈലിയിൽ ദയവ് ചെയ്ത് ഈ ധ്യാനം ബുക്ക് ചെയ്യരുത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധ്യാനം ബുക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ, ധ്യാനം ബുക്ക് ചെയ്യാനുള്ളൊരു കോൺടാക്ട് നമ്പർ ഞാൻ പങ്കുവയ്ക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അവർ നിങ്ങളെ അറിയിക്കും. നമ്മുടെ ഓഫീസ് സെക്രട്ടറി നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ നമ്പർ ഫീഡ് മൈ ഷീപ്പിൻ നമ്പർ അല്ല. ഇത്തരം ധ്യാനങ്ങൾ സിയോൻ റിട്രീറ്റ് സെന്ററിൽ കുന്നന്താനത്ത് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഈ റെസിഡൻഷ്യൽ റിട്രീറ്റിൻ്റെ കോൺടാക്ട് നമ്പറാണ്, അതിൻ്റെ സെക്രട്ടറിയുടെ നമ്പറാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. ഒപ്പം തന്നെ കുറച്ചുപേര് മുമ്പേ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ജൂലൈ മാസം ഒരു ധ്യാനം പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതിപ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അതിൻ്റെ
ആവശ്യം അറിയിക്കാം. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജൂലൈ മാസം ഒരു ഇംഗ്ലീഷ് റിട്രീറ്റ് പുറത്തുനിന്ന് വരുന്ന GCCയിൽ നിന്നും മറ്റ് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റീസിൽ നിന്നുമൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫെയ്ത്ത് ഫോർമേഷൻ റിട്രീറ്റ് ഇംഗ്ലീഷിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, പങ്കെടുക്കാനുണ്ടെങ്കിൽ താല്പര്യം അറിയിക്കുക. കറസ്പോണ്ടൻസ് നിങ്ങളിലേക്ക് എത്തും. അതിനുശേഷം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരോട് പറയാനുള്ളത്, ഈ ധ്യാനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. മെയ് 22 മുതൽ 25 വരെ കുന്നന്താനം സിയോൻ റിട്രീറ്റ് സെൻ്ററിൽ നടക്കുന്ന ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഒരു തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. ഈ ധ്യാനത്തിൻ്റെ മെയിൻ കൺസെപ്റ്റുകൾ പറയാം. മെയിൻ കൺസെപ്റ്റുകൾ: ഈശോയെ അറിയുക, ഈശോയെ അറിയുക, ഈശോയുടെ സഭയെ അറിയുക, ആ തിരിച്ചറിവോടെ വ്യക്തി ജീവിതത്തെ നവീകരിക്കുക, കുടുംബത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുക, സമൂഹത്തിൽ സാമൂഹിക ബോധത്തോടെ ക്രിസ്തീയ ധാർമ്മികതയോടെ ജീവിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ്. ഈശോ, സഭ, വ്യക്തി, കുടുംബം, സമൂഹം. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ടൂൾസാണ് തിരുവചനം, സത്യസഭയുടെ പ്രബോധനങ്ങൾ, വിശുദ്ധ പാരമ്പര്യങ്ങൾ, അതിനോട് ചേർത്ത് പരിശുദ്ധ കുർബാനയുടെ പഠനം. ഇതെല്ലാം ചേർന്നുള്ള ഒരു സിലബസ്, ഒരു പാക്കേജ് ആയിരിക്കും ഈ ധ്യാനം. കുട്ടികൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, 1-2 മക്കൾ ഉണ്ട്, ഇനിയിപ്പോൾ ഒരാൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും 12 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയാണ് പ്രായം, ഒരാൾക്ക് 11 വയസ്സേ ആയുള്ള മൂത്തൊരു കൊച്ചുണ്ട് 15 വയസ്സ്, ഒരുമിച്ച് വിട്ടോട്ടെ ആകാം. അത് നിങ്ങൾ സംസാരിച്ച്, ഈ നമ്പറിൽ സംസാരിച്ച് അത് ധാരണയാക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരേ സമയം അറിവ് ലഭിക്കുന്ന, അനുഭവം ലഭിക്കുന്ന ഒരു ധ്യാനമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ധ്യാനങ്ങൾ, ഇത്തരം ധ്യാനങ്ങൾ ആവശ്യം വരികയാണെങ്കിൽ ഈ നമ്പറിൽ അറിയിച്ചാൽ നമ്മൾ അത്തരം ധ്യാനങ്ങളും പ്ലാൻ ചെയ്യുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പ്രാർത്ഥന, മെയ് 22 മുതൽ മെയ് 25 വരെ സമ്മർ വെക്കേഷൻ കാലത്ത്, ഈ വേനലവധി കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ റിട്രീറ്റ് മറ്റൊരു പ്രത്യേകതയുള്ളത്, അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. 100 പേരാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ചോദിക്കരുത്, 100 പേരൊക്കെ മതി ഒരു ധ്യാനത്തിന്? വളരെ ധാരാളം മതി. എന്താ കാര്യം എന്നറിയാമോ? ഈ കുട്ടികളിലേക്ക് ഒരു പേഴ്സണൽ ശ്രദ്ധ, പറ്റുന്നിടത്തോളം കുട്ടികളോടൊന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, അവരെ പേഴ്സണലായിട്ടൊന്ന് കെയർ ചെയ്ത് ഈശോയിലേക്ക് അവരുടെ നോട്ടം ഉയർത്താൻ ഒക്കെയുള്ള ശ്രമം കൂടിയാണ്. അപ്പോൾ ആൾക്കൂട്ടത്തെക്കാളേറെ ലിമിറ്റഡ് ഗ്രൂപ്പിനെ വെച്ചാണ്. അതുകൊണ്ട് തന്നെ 100 സീറ്റേ ഉള്ളൂ. നിങ്ങൾ വൈകരുത്. താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുകയും അതിനു വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ധ്യാനം ബുക്ക് ചെയ്യേണ്ട നമ്പർ 9778167769. ഒന്നുകൂടെ പറയാം, 9778167769. കുന്നന്താനം സിയോൻ റിട്രീറ്റ് സെന്റർ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരത്താണ് ഇത്. ഗൂഗിളിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും. സിയോൻ, ZION, സിയോൻ റിട്രീറ്റ് സെന്റർ കുന്നംതാനം എന്നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ സഭകളിൽ നിന്നും, കത്തോലിക്ക സഭകൾ, നമ്മുടെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും, ഒപ്പം എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും ഒരു കാത്തലിക് ടീച്ചിങ് ആയിരിക്കും അതിനകത്ത് നൽകുന്നത്. പക്ഷേ ഈശോയെ കൂടുതൽ അറിയാനും, വചനം കൂടുതൽ അറിയാനും, കുടുംബത്തിൽ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയത, കുടുംബബോധത്തോടെ, സാമൂഹിക ബോധത്തോടെ ജീവിക്കാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഴുവൻ സമയവും ഞാൻ തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ പിതാവ് ഒരു ദിവസം കുഞ്ഞുങ്ങളോടൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യും. ക്ലാസ്സുകളുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പണം, പരിശുദ്ധ കുർബാനയുടെ ആരാധന, യാമപ്രാർത്ഥനകളെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് ചെറിയ അറിവ് ലഭിക്കും. ഒപ്പം ജപമാല, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥനകളിലൂടെ, പഠനത്തിലൂടെ, അനുഭവത്തിലൂടെ, ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ ഒരു ശുശ്രൂഷ നടത്താൻ നമ്മൾ ഒരുങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.